നമസ്കാരം. വി.ഡി. സതീശൻ സർക്കാരിൻ്റെ 100 ദിവസത്തെ ഭരണത്തെ വിലയിരുത്താൻ പറഞ്ഞാൽ ആവറേജ് എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. കാരണം വീണ്ടും വിചാരമില്ലാതെയുള്ള ചില നിയമനങ്ങൾ, പിന്നെ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ അതിൽ നിന്ന് യു-ടേൺ എടുക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ സർക്കാരിന് മേൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ശോഭയ്ക്ക് മേൽ ഏൽപ്പിച്ച ചില കറകളാണ്. മാത്രവുമല്ല, UDF പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പിണറായി സർക്കാരിനെതിരെ ഉയർത്തിയ അഴിമതി ആരോപണങ്ങളിന്മേൽ അന്വേഷണവും ഈ നിമിഷം വരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതൊക്കെ ജനങ്ങളിൽ വലിയ രീതിയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും പിണറായി സർക്കാരിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറെ മെച്ചപ്പെട്ട ഭരണമാണ് വി.ഡി. സതീശൻ സർക്കാർ ഇന്നോളം കാഴ്ചവെച്ചത്. ആകെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒന്നുമില്ലെങ്കിലും ചിരിക്കുന്ന മുഖമുള്ള ഒരു മുഖ്യമന്ത്രിയെ മലയാളികൾക്ക് ലഭിച്ചു. എന്നാൽ വി.ഡി. സതീശൻ സർക്കാരിനെ വിലയിരുത്തുവാൻ ഒരു മഹാൻ കഴിഞ്ഞ ദിവസം ഇറങ്ങുകയുണ്ടായി. ജോൺ ബ്രിട്ടാസ്. സ്വയം CPM-ൻ്റെ ഒരു ബുദ്ധിജീവി ചമഞ്ഞ് നടക്കുന്ന ഈ മഹാൻ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് ഒന്ന് കേട്ടു നോക്കാം. ഹായ്, നമസ്കാരം. വി.ഡി. സതീശൻ സർക്കാരിന്റെ 100 ദിവസങ്ങൾ, ഈ സർക്കാരിനെ ഒന്ന് വിലയിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ചില സുഹൃത്തുക്കൾ എന്നെ സമീപിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. വിലയിരുത്താൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ KC വേണുഗോപാൽ, വി.ഡി. സതീശന്റെ നേതാവും AICC ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാലിന്റെ സർട്ടിഫിക്കറ്റ് മാത്രം പരിശോധിച്ചാൽ മതി. അതൊരു ചോദ്യ രൂപത്തിലായിരുന്നു ആ സർട്ടിഫിക്കറ്റ്. കേരള സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്കാവുന്നതാണോ അവർ വിചാരിക്കുന്നത്? എന്താ BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ? എന്തേ കേരളം ഭരിക്കുന്നത് BJP ആണ്. ഭയങ്കര മിടുക്കനാണ് കേട്ടോ. KC വേണുഗോപാലിൻ്റെ ആ ചോദ്യത്തെ എങ്ങനെയാണ് പുള്ളി വളച്ചൊടിച്ചത് എന്ന് നോക്കണേ. ശ്രദ്ധിച്ചല്ലോ അല്ലേ? ആ ചോദ്യമാണ് യഥാർത്ഥത്തിൽ വി.ഡി. സതീശന്റെ 100 ദിനങ്ങളിലും അദ്ദേഹത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ചോദ്യമെന്ന് പറയുന്നത്. ഓക്കെ, അതാണല്ലോ താങ്കളുടെ അഭിപ്രായത്തിൽ, അതാണല്ലോ വി.ഡി. സതീശനെ ഈ കഴിഞ്ഞ 100 ദിവസങ്ങളിലും ചൂഴ്ന്നു നിൽക്കുന്ന ചോദ്യം. താങ്കളുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ചൂഴ്ന്നു നിൽക്കുന്ന ചോദ്യം എന്താണ്? കഴിഞ്ഞ 100 ദിവസങ്ങളിലും എന്താണ്? കൈകൾ ശുദ്ധമാണോ എന്നുള്ള നാട്ടുകാരുടെ ചോദ്യം. അതാണ് താങ്കളുടെ പ്രിയപ്പെട്ട നേതാവിനെ ചൂഴ്ന്നു നിൽക്കുന്ന ചോദ്യം. അതിനൊരു ഉത്തരം നാട്ടുകാർക്കറിയാം, താങ്കൾക്കും അറിയാം. പക്ഷേ അത് പറയാനുള്ള നട്ടെല്ല് താങ്കൾക്കില്ല. അതാണ് വ്യത്യാസം. ബാക്കിയൊന്ന് കേട്ടു നോക്കാം. പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നൊന്നായി വിഴുങ്ങുന്നൊരു സാഹചര്യം. അതുകൊണ്ട് ലോക ചരിത്രത്തിൽ യു-ടേൺ സർക്കാർ എന്നുള്ള ഒരു പേര് ഏറ്റവും എളുപ്പത്തിൽ സമ്പാദിച്ച ഒരു സർക്കാർ എന്നുള്ള ഒരു പേരും വിശേഷണവും വി.ഡി. സതീശൻ സർക്കാരിന് അർഹതപ്പെട്ടതാണ്. അത് മറ്റാർക്കും അർഹതപ്പെട്ടതേ അല്ല. ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ ഭരിക്കുന്നത് വി.ഡി. സതീശൻ സർക്കാരാണെന്ന് പറയാം. കാരണം ഇവിടെ ഭരിക്കുന്നത് ഏകാധിപതിയല്ല. കഴിഞ്ഞ 10 വർഷം എന്താണ് സംഭവിച്ചത്? പിണറായി വിജയൻ സർക്കാർ എന്നാരെങ്കിലും പറയുമായിരുന്നോ? പിണറായി വിജയൻ എന്ന്, അതായത് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളം. അങ്ങനെയാണല്ലോ നിങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടിരുന്നത് അല്ലേ? കാരണഭൂതൻ എന്തൊക്കെയായിരുന്നു. ഒരു പാർട്ടി സെക്രട്ടറി പുള്ളിയെ സൂര്യനായിട്ടാണ് താരതമ്യപ്പെടുത്തിയത് അല്ലേ? പുള്ളിയോളം യു-ടേൺ അടിച്ചിട്ടുള്ള ഒരു വ്യക്തി ഈ ലോക രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് വേറെ ഉണ്ടാവുമോ? ഇന്ത്യയിലെന്നല്ല, ലോകത്ത്. കമ്മ്യൂണിസ്റ്റ് ആണെന്നാണ് നിങ്ങളൊക്കെ പുള്ളിയെക്കുറിച്ച് പറയുന്നത്. പുള്ളി യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ആണോ? അനധികൃതമായിട്ട് 20 കോടിയുടെ ഇടപാടുകളാണ് വീണാ വിജയൻ നടത്തിയിട്ടുണ്ടെന്ന് ED വെളിപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ ED കണ്ടെത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞത്? പിണറായി വിജയൻ എന്താണ് പറഞ്ഞത്? അത്ര വലിയ തുകയൊന്നും അല്ലല്ലോ വീണയ്ക്കെതിരെ അല്ലെങ്കിൽ വീണാ വിജയനെതിരെ ആരോപിക്കപ്പെടുന്നത് എന്നല്ലേ? അപ്പോൾ 20 കോടിയൊന്നും ഇപ്പോൾ ഒരു വലിയ തുകയേ അല്ല നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് നേതാവിന്. ഇതിൽ പരം ഒരു യു-ടേൺ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരന് നടത്താൻ സാധിക്കുമോ? എൻ്റെ പൊന്ന് ജോൺ ബ്രിട്ടാസെ, നിങ്ങൾ മറുപടി പറയണം കേട്ടോ. എന്തൊക്കെയാണോ പറഞ്ഞത് അതിൽ നിന്നൊക്കെ പിന്നോട്ട് പോയി. അത് മാത്രമല്ല, പിന്നോട്ട് പോയതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളത്തിൽ വീണ്ടും വീണ്ടും ഒരുപാട് നുണകൾ പറയേണ്ടി വന്നു. താങ്കളുടെ നേതാവ് സത്യസന്ധനായ അല്ലെങ്കിൽ സത്യസന്ധതയുടെ അപ്പസ്തോലനായിരിക്കും അല്ലേ? ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്നലെ
ഒരു വീഡിയോ ചെയ്തുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പിണറായി വിജയനോളം പച്ചക്കള്ളം പറഞ്ഞിട്ടുള്ള ഒരു നേതാവ് എനിക്ക് തോന്നുന്നില്ല ഈ രാജ്യത്ത് തന്നെ വേറെ ഉണ്ടാവുന്നു. ആ പച്ചക്കള്ളങ്ങൾ പിണറായി വിജയൻ പറഞ്ഞപ്പോൾ താങ്കൾ എവിടെയായിരുന്നു? ബുദ്ധിജീവി ചമഞ്ഞ് നടക്കുന്ന താങ്കളെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. ഒരു ഭരണാധികാരിയെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു ഘടകമുണ്ട്. ആ ഭരണാധികാരി പറയുന്ന വാക്കിന് എത്രത്തോളം വിലയുണ്ട് എന്ന്. എത്രത്തോളം വിലയുണ്ടായിരുന്നു താങ്കളുടെ നേതാവായ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ വാക്കുകൾക്ക്? ഒരുപാട് വിലയുണ്ടായിട്ടാണോ 35 സീറ്റ് എന്ന നാണം കെട്ട തോൽവിയിലേക്ക് LDF കൂപ്പുകുത്തിയത്? അതിനെക്കുറിച്ച് ഒരക്ഷരം താങ്കൾ മിണ്ടില്ല. പക്ഷെ ഇതൊന്നുമല്ല, ഇവിടെയൊന്നുമല്ല ക്ലാസിക് ആയിട്ടുള്ള കാര്യം ഹെലികോപ്റ്ററാണ്. യഥാർത്ഥത്തിൽ VD സതീശൻ സർക്കാരിന്റെ ഒരു ലോഗോ അനാവരണം ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ മറ്റൊന്നും നോക്കാതെ ഒരു ഹെലികോപ്റ്ററിന്റെ പടമായിരിക്കും ലോഗോ ആയിട്ട് വെക്കുക. ഓക്കെ, ഹെലികോപ്റ്ററിൻ്റെ പടമായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തെ ഒരു ലോഗോ ആയിട്ട് അനാവരണം ചെയ്യാൻ പറഞ്ഞാൽ, ഇങ്ങനെ കൈകൾ ഉയർത്തിയിട്ട് എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈറലായിട്ടുള്ള ഒരു നിപ്പുണ്ടല്ലോ പിണറായി വിജയൻ്റെ, ആ 2 കൈകൾ പൊക്കിയിട്ട്, അതായിരിക്കും ലോഗോ കേട്ടോ. അതായത് പഴയ വാക്കുകളും ഇപ്പോഴത്തെ പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കണമെങ്കിൽ ഒരു ഹെലികോപ്റ്റർ നമ്മളെ മനസ്സിലേക്ക് സങ്കല്പിച്ചാൽ മതി. പിണറായി സർക്കാരിന്റെ കാലത്തെ ഒരു ഹെലികോപ്റ്ററെ മുൻനിർത്തി നിയമസഭയിലും പുറത്തും VD സതീശനും അദ്ദേഹത്തിന്റെ അനുയായികളും നടത്തിയ പ്രതികരണങ്ങൾ എത്രയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം സ്വന്തം ഭാര്യ പിതാവിനെ കാണാൻ വേണ്ടി ഹെലികോപ്റ്ററിലെ യാത്ര ചെയ്യുന്നത്. പോയിക്കോട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ഭരണാധികാരിക്ക് ഒരിക്കലും അഭികാമ്യമല്ലാത്ത ഒരു ഘടകമെന്ന് പറയുന്നത് കാപട്യമാണ്. ആണല്ലോ, ഈ ഹെലികോപ്റ്റർ ഭാര്യ പിതാവിനെ കാണാൻ ഹെലികോപ്റ്ററിൽ പോയതിലാണല്ലോ താങ്കൾക്ക് അങ്ങ് സഹിക്കാൻ പറ്റാത്തത്. അതൊരു കുറ്റകൃത്യമാണോ ജോൺ ബ്രിട്ടാസ് സഖാവേ? അതൊരു കുറ്റകൃത്യമല്ല. എന്നാൽ ഹവാല വഴി വിദേശത്തേക്ക് പണം കടത്തുക എന്നത് അതിഗുരുതരമായ കുറ്റകൃത്യമാണ് അല്ലേ? ആ കുറ്റകൃത്യം ചെയ്ത ആളിൻ്റെ പിതാവാണ് താങ്കളുടെ നേതാവായ പിണറായി വിജയൻ. അതിനെക്കുറിച്ചൊന്നും ഒരക്ഷരവും താങ്കൾ ഇതുവരെ ഉരിയാടുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അവിടെ കാപട്യം, ഒരേ സമയം ആദർശമുണ്ടെന്നും പ്രായോഗികത ഉണ്ടെന്നും നടിക്കാൻ പറ്റില്ല. ഒന്നുകിൽ നിങ്ങൾ ആദർശത്തിന്റെ ആ തലവറയിൽ ജീവിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ ഒരു ഭരണാധികാരിയുടെ പ്രായോഗികതയോടെ മുമ്പോട്ട് പോകുക. ഇവിടെയാണ് പുള്ളിയുടെ ശരിയായ ഉള്ളിലിരിപ്പ് പുറത്തു വരുന്നത്. ഒന്നെങ്കിൽ ആദർശത്തിൻ്റെ തടവറയിൽ ജീവിക്കുക. ആദർശം എന്നത് തടവറയാണ്. സത്യസന്ധത അല്ലെങ്കിൽ മൂല്യങ്ങൾ, അതിലൊക്കെ അധിഷ്ഠിതമായിട്ട് ഭരിക്കുക എന്നത് ഒരു തടവറയായിട്ടാണ് ജോൺ ബ്രിട്ടാസ് കാണുന്നത്. അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ പ്രായോഗികത. ഈ പ്രായോഗികത എന്ന് പറയുന്നത് നൈസായിട്ട് കൊള്ളയടിക്കുക എന്നുള്ളതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അല്ല, ഒരു സംശയം കൊണ്ട് ചോദിച്ചതാണ്. ഈ ആദർശത്തിൽ അധിഷ്ഠിതമായിട്ട് പ്രായോഗികമായി ഭരണാധികാരി മുന്നോട്ട് പോകുമ്പോഴാണ് ജനങ്ങളുടെ കയ്യടി കിട്ടുന്നത്. അല്ലാതെ ആ ഒരു ആദർശവും ഇല്ലാതെ തോന്നുന്നത് പോലെ എന്ത് വൃത്തികേടും ചെയ്ത് എന്നിട്ടത് പ്രായോഗികമാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിനെ ജനങ്ങൾ തോന്നിവാസം എന്ന് പറയും. അങ്ങനെ തോന്നിവാസം ചെയ്തതുകൊണ്ടാണോ 35 സീറ്റ് എന്ന നാണം കെട്ട തോൽവി LDFന് ഏൽക്കേണ്ടി വന്നത് എന്ന് താങ്കളാണ് ഉത്തരം പറയേണ്ടത്. 100 ദിനം പിന്നിടുന്ന ഈ സർക്കാരിനെ അപകീർത്തിക്കാൻ വേണ്ടിയിട്ട് 100,000 കാര്യങ്ങൾ പറയാറുണ്ട്. ഈ കാലയളവിൽ ആണോ? 10 വർഷത്തെ പിണറായി സർക്കാരിനെ അപകീർത്തിക്കാനായിട്ട് എത്ര കാരണങ്ങളുണ്ട് താങ്കളുടെ കയ്യിൽ? ഒരു കാരണം പറയാമോ? അതായത് ഈ 35 സീറ്റ് എന്ന നാണം കെട്ട തോൽവി പിണറായി വിജയൻ നയിച്ച മുന്നണിക്ക് ഏൽക്കേണ്ടി വന്നതിൻ്റെ ഒരു കാരണം, 100,000 കാരണങ്ങളൊന്നും താങ്കൾ പറയണ്ട, ഒരു കാരണം താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? പറ്റുമോ? സർക്കാർ എന്ത് നേടി, എന്ത് ചെയ്തു എന്ന് പരിശോധിക്കപ്പെടണം. ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും കുട്ടിക്കരണം പറയുന്നു. ഓരോ തലത്തിലുള്ള ജനങ്ങളെ കബളിപ്പിക്കുന്നു. എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. ചില ആളുകളുണ്ട്, ഇരട്ടത്താപ്പ് മുഖമുദ്രയാക്കിയിട്ടുള്ള ചില ആളുകൾ. അവരുടെ കണ്ണിൽ ഒരു തടികഷ്ണം ഉണ്ടാവും. പക്ഷെ ആ തടികഷ്ണം എടുക്കാതെ മറ്റുള്ളവൻ്റെ കണ്ണിലെ കരട് തപ്പാൻ പോകും. ആ കാറ്റഗറിയിലുള്ള
ആളുകളിൽ പെടുന്നയാളാണോ താങ്കൾ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം 10 വർഷം പിണറായി വിജയൻ ഈ നാടിനെ മുടിപ്പിച്ചപ്പോൾ, ഈ നാട്ടിലെ ജനങ്ങളെ വെറുപ്പിച്ചപ്പോൾ ഒരക്ഷരം പിണറായി വിജയനെതിരെ ഉരിയാടാതിരുന്ന താങ്കൾക്ക് ഈ UDF സർക്കാരിനെതിരെയോ VD സതീശനെതിരെയോ ഒരക്ഷരം ഉരിയാടുവാനുള്ള യോഗ്യതയുണ്ടോ, അതിനുള്ള അർഹതയുണ്ടോ എന്ന് താങ്കളാണ് ചിന്തിക്കേണ്ടത്. ആദ്യം പിണറായി വിജയൻ എന്ന ഭരണാധികാരിക്കെതിരെ, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരനെതിരെ, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന കപട കമ്മ്യൂണിസ്റ്റിനെതിരെ ഒരക്ഷരമെങ്കിലും ഉരിയാട്. എന്നിട്ട് മറ്റുള്ളവരെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങുക.